ആ ബാത്റൂമിൽ ഹിഡൻ ക്യാമറ വെച്ചിട്ട് ആ റൂം ബോയ് എന്ത് ചെയ്തു, പുറത്തേക്ക് പോയി. ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ റൂം എടുത്ത കസ്റ്റമർ കപ്പിളാണ്, പെൺകുട്ടിയും ആൺകുട്ടിയും അൺമാരീഡ് ആണ്. ആ പെൺകുട്ടി എന്ത് ചെയ്തു, ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് കയറിയതാണ്. ദുരുപയോഗം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള റൂം ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ചില നാറികളാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. പെൺകുട്ടികൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുക. അതായത് നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ഫാമിലിയുടെ കൂടെ ആയിക്കോട്ടെ, ഇനി ഭർത്താവിൻ്റെ കൂടെ ആയിക്കോട്ടെ, ഇനി അതല്ല ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ആയിക്കോട്ടെ, നമുക്കറിയാം ഇപ്പോൾ അൺമാരിഡ് ആയിട്ടുള്ള കപ്പിൾസിന് പോലും റൂംസ് എടുക്കാനുള്ള നിയമമുണ്ട്. മുക്കിലും മൂലയിലും ഇപ്പോൾ റൂംസുകൾ അവൈലബിൾ ആണ്. ബഡ്ജറ്റ് നോക്കിയിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് റൂം എടുത്ത് താമസിച്ചു കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള നിങ്ങളുടെ നഗ്നത പ്രദർശിപ്പിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പല സൈറ്റുകളിലായിട്ട് ലഭിക്കും. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുക ഈ ചതിയെ പറ്റിയിട്ട്. അതായത് ഈ റൂംസൊക്കെ ക്ലീൻ ചെയ്യുന്ന ഈ റൂം ബോയ് ഉണ്ടാവും. എല്ലാവരും നല്ല ഉദ്ദേശത്തിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കണം എന്നില്ല. അത്തരം ആളുകളാണ് ഇങ്ങനെയുള്ള തെണ്ടിത്തരം കാണിച്ചു കൂട്ടുന്നത്. അതായത് റൂമെടുത്ത കാമുകൻ കപ്പിളാണ്, അൺമാരിഡ് ആണ്. ഈ പെൺകുട്ടി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ വന്നു. ശരിക്കും ഈ കുട്ടിയാണ് ഈ ക്യാമറ കണ്ടുപിടിച്ചത്. അപ്പോൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. നമുക്ക് ഈ CCTV അല്ലെങ്കിൽ ഈ ഒരു ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നോക്കുക, അതായത് ആ ബാത്റൂമിൽ ഹിഡൻ ക്യാമറ വെച്ചിട്ട് ആ റൂം ബോയ് എന്ത് ചെയ്തു, പുറത്തേക്ക് പോയി. ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ റൂം എടുത്ത കസ്റ്റമർ കപ്പിളാണ്, പെൺകുട്ടിയും ആൺകുട്ടിയും അൺമാരീഡ് ആണ്. ആ പെൺകുട്ടി എന്ത് ചെയ്തു, ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് കയറിയതാണ്. അവിടെ മിററുണ്ട്. ആ മിററിൽ നോക്കിയിട്ട് ആരോടോ സംസാരിക്കുന്നുണ്ട്. കുട്ടിയുടെ ഫ്രണ്ടാണ് എന്ന് തോന്നുന്നു. സംസാരിക്കുന്നതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും, ആ പെൺകുട്ടി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന എല്ലാ ദൃശ്യവും ഈ ക്യാമറയിൽ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. പെട്ടെന്ന് പോയി റൂം എടുക്കുക, ഒന്നും നോക്കാതെ എല്ലാ പരിപാടികളും ചെയ്യുക, അങ്ങനെയല്ല. അത് ഫാമിലിയുടെ കൂടെ ആണെങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഫ്രണ്ട് ഭാഗത്ത് കണ്ണാടിയുണ്ട്. അപ്പോൾ കണ്ണാടിയുടെ പുറകിൽ ആയിരിക്കാം ഈ ക്യാമറ വെച്ചത്. ഇനി അതിൻ്റെ മുകൾ ഭാഗത്താണോ വെച്ചത് എന്നുള്ളത് അറിയില്ല. ഹിഡൻ ക്യാമറാസ് നമുക്കറിയാം ഇപ്പോൾ മാർക്കറ്റിൽ സുലഭമായിട്ട് ഏത് രീതിയിലും ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രീതിയിൽ ക്യാമറ ലഭ്യമാണ്. ഈ ക്യാമറകളൊക്കെ ദുരുപയോഗം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള റൂം ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ചില നാറികളാണ്. നോക്കുക, ആ പെൺകുട്ടിക്കൊരു സംശയം തോന്നി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ പെൺകുട്ടിക്ക് ചെറിയൊരു ഡൗട്ട് കുടുങ്ങി. ഡ്രസ്സ് റിമൂവ് ചെയ്യുന്ന ആ ഒരു സ്പോട്ടിൽ അത്ഭുതകരമായിട്ട്, അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് ആ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. എന്തായാലും സംശയാസ്പദമായിട്ട് ആ പെൺകുട്ടിക്ക് അവിടെ അനുഭവപ്പെട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ആ ബാത്റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, കൂടെ വന്ന ആ പയ്യനോട് കാര്യം പറഞ്ഞു. അപ്പോഴാണ് അത് ക്യാമറയാണ് എന്നുള്ളത് രണ്ടു പേർക്കും മനസ്സിലായത്. അപ്പോൾ സൂക്ഷിച്ചോ, അല്ലാതെ ഇപ്പോൾ ഒന്നും പറയാനില്ല. നമുക്കറിയാം ഈ ക്യാമറകൾ എവിടെയുണ്ട് എന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്ന പല ആപ്പുകളും, അല്ലെങ്കിൽ പല മൊബൈൽ ഫോൺ ആപ്പുകളും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഈ ആപ്പുകൾ ഉപയോഗിച്ചിട്ടോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലക്ഷറി ബഡ്ജറ്റ് നോക്കാതിരിക്കുക. അതായത് ലോ ബഡ്ജറ്റിൽ 200 രൂപക്കും 300 രൂപക്കും ഒക്കെ ഈ റൂം എടുക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ശരിക്കും ഇല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കുന്ന റൂംസുകളിലെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്.
എന്തായാലും എവിടെ നിങ്ങൾ റൂം എടുക്കുകയാണെങ്കിലും ഹിഡൻ ക്യാമറാസ് ഡിറ്റക്റ്റ് ചെയ്യുന്ന മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് മൊത്തം പരിശോധിക്കുക. A to Z സ്ഥലങ്ങളും പരിശോധിച്ച് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ റൂം എടുക്കുക. അതായത് ഇതേപോലെ ബാത്റൂമിൽ മിററിൻ്റെ ഭാഗത്ത് ക്യാമറ വെക്കും. മിറർ തൊട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരം ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ദുരൂഹമായിട്ടൊരു ക്യാമറ വെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയതാണ്. അല്ലാണ്ട് എനിക്കറിയില്ല ഹിഡൻ ക്യാമറാസ് എവിടെയൊക്കെ അങ്ങനെയൊക്കെ വെക്കുക എന്നുള്ളത്. എന്തായാലും സൂക്ഷിക്കുക. അതേപോലെ തന്നെ ഈ ഷവറിൻ്റെ ആ ചെറിയ ചെറിയ ഹോളുകളില്ല, അതിൽ ശ്രദ്ധിക്കുക. അങ്ങനെ മൊത്തം ഒന്ന് പരിശോധിക്കുക. അല്ലാണ്ട് ഇപ്പം ഒന്നും പറയണ്ട. സോ മാക്സിമം പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റു അപ്ഡേറ്റ് മതി കാണാം.